Good morning, children. Let's start our new chapter, Work, Energy and Power. Did you see a conversation in your textbook? The conversation between father, mother and a son. They're discussing something related to motor pump, right? ആ കോൺവെർസേഷനിൽ അമ്മയും അച്ഛനും എന്താണ് മോട്ടോർ പമ്പിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. 1 HP പമ്പാക്കണം. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ എന്താണ് 1/2 HP പമ്പാണ്. അതുകൊണ്ടാണ് ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം എടുക്കുന്നതെന്നാണ് മദർ പറയുന്നത്. അപ്പോൾ പക്ഷേ നമ്മളെ പോലെ തന്നെ ആ കുട്ടിക്കും എന്താണ് ഈ 1/2 HP 1 HP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്കും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല അല്ലേ. പക്ഷേ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഇവരെന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് ഈ 1/2 HP അല്ലെങ്കിൽ 1 HP എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, ഏതൊക്കെ ആക്ടിവിറ്റീസാണ് അവർ ചെയ്യുന്നത്? യെസ്, ഇൻ ദ ഫസ്റ്റ് പിക്ചർ ബാറ്റിംഗ് ഓഫ് എ ക്രിക്കറ്റ് ബോൾ, സെക്കൻഡ് ഈസ് എ മാൻ പുഷസ് എ ട്രോളി, തേർഡ് വൺ ഈസ് എ മാൻ പുഷിങ് എ വോൾ. ഇങ്ങനെ 3 ആക്ടിവിറ്റീസ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? ത്രോയിങ് ബോൾ, ലിഫ്റ്റിംഗ് എ ലോഡ്, അതേപോലെ തന്നെ സൈക്ലിംഗ്. ഇതൊക്കെ എന്താണ് ഓരോ ആക്ടിവിറ്റീസാണ് അല്ലേ. ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. വി നോ ദാറ്റ് എ ഫോഴ്സ് ഈസ് ടു ബി അപ്ലൈഡ് ഓൺ എ ബോഡി ടു ഡു ആൻ ആക്ടിവിറ്റി. നമുക്കറിയാം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് ഒരു ബോഡിയിൽ ഏതൊരു ആക്ടിവിറ്റിയും നടക്കാൻ നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാൽ ഫോളിങ് എ മാംഗോ അതെന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് എന്താണ്? ദ എർത്ത്. എർത്തിൻ്റെ നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണമാണ് മാംഗോ ഫോൾ ചെയ്യുന്നത്. അപ്പം ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫോളിങ് ഓഫ് എ മാംഗോ ആണ്. ആ ആക്ടിവിറ്റി നടക്കാൻ കാരണമായ ഫോഴ്സിൻ്റെ സോഴ്സ് ഏതാണ്? ദ എർത്ത് ആണ് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എ ട്രോളി ബീയിങ് പുഷ്ഡ്. ഒരു ട്രോളി നമ്മൾ പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഏതാണ്? ദ പേഴ്സൺ ഹൂ ഈസ് പുഷിങ്. ഏതൊരാളാണോ ആ ട്രോളി പുഷ് ചെയ്യുന്നത് ആ ആളാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ബാറ്റിംഗ് ഓഫ് എ ക്രിക്കറ്റ് ബോൾ. ഇവിടെ എന്താണ് സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ആരാണ്? ബാറ്റ്സ്മാൻ ആണ് അല്ലേ. ബാറ്റ്സ്മാൻ ആണ് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പുഷിങ് എ വോൾ, ദ പേഴ്സൺ പുഷിങ് ആണ് സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഈസ് ലിഫ്റ്റിംഗ് എ ലോഡ്. അതിൻ്റെ സോഴ്സ് ഓഫ് ദ പേഴ്സൺ ലിഫ്റ്റിംഗ്. ഏത് പേഴ്സൺ ആണോ ആ ലോഡ് ലിഫ്റ്റ് ചെയ്യുന്നത് അയാളാണ് അവിടെ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. Objects undergo displacement only when force is applied on them. ഏതൊരു ഒബ്ജക്റ്റിനും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഏതൊരു ഒബ്ജക്റ്റിനും എന്ത് സംഭവിക്കുള്ളൂ? ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുള്ളൂ. ഒബ്ജക്ട്സ് അണ്ടർഗോ ഡിസ്പ്ലേസ്മെൻറ്റ് ഓൺലി വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദം. നമ്മൾ പറഞ്ഞു ഒബ്ജക്ട്സിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഇനി does the displacement take place always in the direction of the force applied? ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം എന്നുണ്ടോ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുക? Is there any situation in which no displacement takes place when a force is applied? ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ഡിസ്പ്ലേസ്മെൻറ്റിന് ചേഞ്ച് ഒന്നും ഉണ്ടാവാത്ത സിറ്റുവേഷൻ ഉണ്ടോ? നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ്. ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന കേസസ് ഏതൊക്കെയാണ്? എ ക്രിക്കറ്റ് ബോൾ വെൻ ഹിറ്റ് ബൈ എ ബാറ്റ്. ബാറ്റ് കൊണ്ട് നമ്മൾ ക്രിക്കറ്റ് ബോൾ അടിച്ചു വിടുമ്പോൾ എന്താണ് ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. എ ട്രോളി ഈസ് ബീയിങ് പുൾഡ്, ക്ലൈംബിങ് എ ലാഡർ വിത്ത് എ ലോഡ് ഓഫ് ഹെഡ്, ഫോളിങ് ഓഫ് എ മാംഗോ ഫ്രം എ മാംഗോ ട്രീ. ഇതൊക്കെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഡയറക്ഷനിൽ തന്നെയാണ് നടക്കുന്നത്. ഇനി നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ബോഡി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ്. എ വോൾ ഈസ് പുഷ്ഡ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. വോളിന് പ്രത്യേകിച്ച് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. എ കാർ ഈസ് പുഷ്ഡ് ബൈ സിറ്റിംഗ് ഇൻസൈഡ് ദ കാർ.
കാറിനുള്ളിലിരുന്ന് കാറ് നമ്മൾ പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാറിന് എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാത്ത കേസിൽ അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ in situations where displacement takes place in the direction of the force. ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ കൊടുത്തത് ആ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ എന്ത് നമ്മൾ പറയുള്ളൂ? അവിടെ വർക്ക് നടന്നു നമ്മൾ പറയുള്ളൂ. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ in situations where displacement takes place in the direction of force. ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചാൽ മാത്രമേ എന്താണ് വർക്ക് ഡൺ നടന്നു നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വോള് പുഷ് ചെയ്യുന്ന കേസിൽ അല്ലെങ്കിൽ കാർ ഈസ് പുഷ്ഡ് ബൈ ഇൻസൈഡ് ദ കാർ ആ സന്ദർഭങ്ങളിലൊക്കെ എന്താണ് നമുക്കവിടെ വർക്ക് നടന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ദെൻ വാട്ട് ഈസ് വർക്ക്? വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ only when a body undergoes displacement in the direction of applied force. A boy pushed an object of mass 30 kg horizontally across the floor through 50 meters. Another boy pushed an object of mass 50 kg across the same floor through 50 meters. Both of them give the same speed for moving the object. Then, who applied greater force here? ആദ്യത്തെ കുട്ടി 30 കിലോഗ്രാം വെയിറ്റുള്ള ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ് 50 മീറ്റർ ഹൊറിസോണ്ടലി ഒരു ഫ്ലോറിൽ കൂടെ മൂവ് ചെയ്യാണ്. വേറൊരു കുട്ടിയോ 50 kg മാസുള്ള ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ് ഹൊറിസോണ്ടലി 50 മീറ്റർ പുഷ് ചെയ്യാണ്. രണ്ടുപേരും എന്താണ് ഒരേ സ്പീഡിലാണ് ഈ ഒബ്ജക്റ്റ് പുഷ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും അവിടെ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ആരായിരിക്കും? സെക്കൻഡ് ബോയ് ആയിരിക്കും അല്ലേ. സെക്കൻഡ് ബോയ് അപ്ലൈഡ് ഗ്രേറ്റർ ഫോഴ്സ്. കാരണം അവിടെയാണ് എന്ത് മാസ് കൂടുതലുള്ളത്. ഇൻ വിച്ച് കേസ് വാസ് ദ വർക്ക് ഗ്രേറ്റർ? ഏത് കേസിലായിരിക്കും വർക്ക് കൂടുതൽ വന്നിട്ടുണ്ടാവുക? മോർ വർക്ക് ഈസ് ഡൺ ഇൻ ദ സെക്കൻഡ് സിറ്റുവേഷൻ. സെക്കൻഡ് സിറ്റുവേഷനിലായിരിക്കും വർക്കും കൂടുതൽ വന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് പറയാൻ പറ്റുമോ വിച്ച് ഇസ് ദ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് വർക്ക് ഹിയർ? ഏത് ഫാക്ടർ ആയിരിക്കും വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക? ഫോഴ്സ് ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. എ ബോയ് പുഷ്ഡ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 30 kg across a horizontal floor through 20 meters. Another boy pushed the same body through 30 meters on the same floor with the same speed. ആദ്യത്തെ കേസിൽ ഡിസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ വെയ്റ്റിൽ വ്യത്യാസം വന്നു. ഈ കേസിലായപ്പം വെയ്റ്റ് സെയിം ആണ്, പക്ഷെ എന്താണ് ഡിസ്റ്റൻസിൽ വ്യത്യാസം വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൂ പുഷ്ഡ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഹിയർ? ആരാണിവിടെ ഏറ്റവും കൂടുതൽ ദൂരം തള്ളി നീക്കിയത്? സെക്കൻഡ് ബോയ് ആണ് അല്ലേ. 30 മീറ്റർ പുഷ് ചെയ്തിട്ടുണ്ട്. വാട്ട് അബൌട്ട് ദ ഫോഴ്സ് അപ്ലൈഡ്? ഫോഴ്സ് അപ്ലൈ ചെയ്തത് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. ഹു ഡിഡ് ദ ഗ്രേറ്റർ വർക്ക്? ആരായിരിക്കും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക? സെക്കൻഡ് ബോയ് ഡൺ ഗ്രേറ്റർ വർക്ക്. ദെൻ വിച്ച് ഇസ് ദ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് വർക്ക് ഹിയർ? ഇവിടെ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ ഏതാണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിൽ എന്ത് ചെയ്തു? ചേഞ്ച് വന്നപ്പം വർക്കിലും ചേഞ്ച് വന്നു. നൗ വി ക്യാൻ സേ ദാറ്റ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് വർക്ക് ഡൺ? ദാറ്റ് ഈസ് ഫോഴ്സ് ആൻഡ് displacement. The factors affecting work done are force and displacement. Displacementഉം ഫോഴ്സും ആണ് എന്ത് വർക്ക് ഡണ്ണിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പം നമുക്ക് വർക്ക് ഡണ്ണിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം? W is equal to FS എന്ന് എഴുതാം അല്ലേ. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ് വരിക? യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. ജൂൾ വാസ് എ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് who did research on the relation between mechanical energy, electrical energy and heat energy. ജൂൾ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്? മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, ഹീറ്റ് എനർജിയും തമ്മിലുള്ള റിലേഷനിൽ റിസർച്ചുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ജൂൾസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷൻസ് ആണ്. ദ യൂണിറ്റ് ഓഫ് വർക്ക് ആൻഡ് എനർജി ഹാസ് ബീൻ നെയിംഡ് ആസ് ജൂൾ ആഫ്റ്റർ ഹിം. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് എന്ത് വർക്കിൻ്റെയും എനർജിയുടെയും യൂണിറ്റായിട്ട് ജൂൾ എന്ന്
തിരഞ്ഞെടുത്തത്. ഇപ്പോൾ വർക്കിൻ്റെയും എനർജിയുടെയും യൂണിറ്റ് എന്താണ്? ജൂൾ. If a force of F Newton is applied continuously on a body and the body undergoes a displacement of S meter in the direction of the force, then the work done by the applied force is W is equal to Fs. നമ്മൾ എഫ് ന്യൂട്ടൺ ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആ ബോഡിക്ക് എന്ത് സംഭവിക്കുകയാണ്? എസ് മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണ്. ഫോഴ്സ് കൊടുത്ത അതേ ഡയറക്ഷനിൽ എസ് മീറ്ററിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടന്ന വർക്ക് ഡൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഇൻറ്റു എസ് ആയിരിക്കും അവിടെ നടന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. If a force of F Newton is applied continuously on a body and the body undergoes a displacement of S meter in the direction of force, then the work done by the applied forces W is equal to F into S. So, let's wind up our class. If you have any doubts in this portion, you can contact me. Thank you.